വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. നമ്മൾ ജിമ്മിൽ പോയിട്ട് ഇന്നേക്ക് 3 മാസമാണ് പോണത്. പക്ഷേ 2 മാസം കണ്ടിന്യൂസ് ആയി പോയി ബോഡി കാര്യങ്ങളൊക്കെ സെറ്റായി അല്ല വേണ്ടിയ സിക്സ് പാക്കും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, പപ്പയ്ക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കാരണം ജിമ്മിലേക്ക് പോലും അതിലെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ബോഡി വെറും 2 ആഴ്ച കൊണ്ട് ഞാൻ കളഞ്ഞു കുടിച്ചു അല്ലേ. അല്ലാത്തിനാന്ന് പറയുള്ളൂ, ഒരു കണി അറിയില്ല. ഇതെന്താ സംബന്ധം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിരുന്ന പ്രോപ്പറായി കഴിച്ചിരുന്ന ഫുഡ് എഗ്ഗ് ചിക്കൻ കാര്യങ്ങളൊക്കെ തെറ്റി, കണക്കും കാര്യങ്ങളൊക്കെ തെറ്റി. പിന്നെ വിത്തൗട്ട് ഷുഗറായിരുന്നു, ഒറ്റ മധുരം കഴിച്ചിരുന്നില്ല ഞാൻ അല്ലേ. ഒറ്റ മധുരം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഈ 2 ആഴ്ചയായിട്ട് മധുരം കഴിച്ചു. ഞാൻ കഴിച്ചു. അപ്പൊ ഞാൻ കഴിച്ചു. മധുരം കഴിച്ചത് കൊണ്ട് എൻ്റെ ഫുഡിന്റെ ഇതൊക്കെ തെറ്റി, എല്ലാം പോയി. ഫുഡിന്റെ എല്ലാ ക്രമം തെറ്റിയിട്ട് ഇപ്പൊ അപ്പാപ്പനെ വയ്യാണ്ടിരിക്കണ കാരണം കയ്യിൽ നിന്ന് പോയി എടുക്ക. ഇപ്പത്തെ നില എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാട്ടാ. ഇങ്ങനെയാണ് എൻ്റെ ബോഡി. ഞാൻ ജിമ്മിൽ പോയിട്ട് എല്ലാം നല്ല പമ്പൊക്കെ ആയി സെറ്റായി വെച്ചിരുന്ന എന്താ ബോഡി നല്ല സെറ്റായിരുന്നു, അതൊക്കെ പോയി. അങ്ങനെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമിതമായ ഫുഡടി. മാഷിപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ മാഷിനെ കൊല്ലും. അമിതമായ ഫുഡടി എന്നില്ല, എൻ്റെ ഫുഡിങ്ങിൻ്റെ ഒരു കൺട്രോളൊക്കെ പോയി. വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിക്കുന്നത്, ചിക്കനും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടൊക്കെ പോയി. പിന്നെ മധുരം കഴിച്ചു തുടങ്ങി. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഇപ്പോഴത്തെ ബോഡി എന്ന് കാണിച്ചു തരാം. ആദ്യം ഉണ്ടായിരുന്ന ബോഡി സെറ്റായിരുന്നു, ഇപ്പോഴത്തെ ബോഡി എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബോഡി. ആദ്യത്തെ ബോഡി ഇതിൽ വീഡിയോയിൽ വരും. ഇതാണ് ഇപ്പത്തെ നില. നോക്കിയാ എന്താ ഇവിടെ ഫാറ്റ്, ഇവിടെ ഫാറ്റ്, ഇതൊക്കെ ഫാറ്റ് എന്താ ഫേക്ക് നന്നായിട്ട് എറിഞ്ഞോണ്ടിരുന്ന അതും പോയി അല്ല. ബോഡി ഒക്കെ പോയി, ഞാൻ തന്നെ കളഞ്ഞു കുളിച്ച്. ഇനി എനിക്ക് ഈ ഒരു മാസം കൊണ്ട് ഈ ബോഡി തിരിച്ചു വരണം. അപ്പോൾ സുഹൃത്തുക്കളെ എന്താ സംഭവം എന്നറിയോ, നമ്മുടെ ബോഡി എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുക, ഇത് തിരിച്ചു പിടിക്കണം. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇന്ന് തൊട്ടിട്ട് ഡയറ്റും കാര്യങ്ങളും പക്കയായി പിടിച്ചിട്ട് ബോഡി നോക്കിയാൽ പണ്ടത്തെ പോലെ ആക്കി വരണം. അതാണ് ഒറ്റ ലക്ഷ്യം അല്ല. വേണ്ടി അവിടെ നിന്നോ സുഹൃത്തുക്കളെ, ഇതേ ജിമ്മിനെ പോണതിൻ്റെ മുന്നേ ഫ്രീ വർക്കൗട്ടായിട്ട് ഫുഡ് ഇട്ടാ കഴിക്കണത്. ഇതേ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും വിത്തൗട്ട് പാൽച്ചായി. ഇത് കഴിച്ചിട്ട് നമ്മൾ ജിമ്മിനെ പോകും. സുഹൃത്തുക്കളെ, ജിമ്മിനെ പോണതിൻ്റെ മുന്നേ നമ്മുടെ പോത്തുകൂട്ടന്മാർക്ക് ഫുഡ് കൊടുക്കണം. അപ്പം എൻ്റെ പപ്പക്കായും അത് കേടായി. അപ്പം അത് അരിഞ്ഞും കൊടുക്കണം. ഇന്ന് കായത്തണ്ടൊന്നുമില്ല. അപ്പം കായത്തൻ്റെ വരെ നമ്മൾ വാഴ വെട്ടിയിട്ട് അത് വെട്ടിയിട്ട് ചോളപ്പൊടി ഇട്ട് തീറ്റ കൊടുത്തിട്ട് വേണം ജിമ്മിനെ പോകണമെങ്കിൽ. അപ്പം അതുമ്മയ്ക്ക് പോകട്ടെ രാമൻ. എന്നത്തെ പോലും ഇതേ ചോളപ്പൊടിയിട്ടാ കപ്പ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതേ ഇതിന് നമ്മുടെ വാഴത്തോട്ടം. നമുക്കൊന്നുമില്ലെങ്കിൽ ഇതിന് നമ്മുടെ കോഴി നിറക്കണ പോലെ 2 ഇറക്കാം. 2 എടുത്തിട്ട് വരാം. രണ്ടെണ്ണത്തിൻ്റെ കൊല്ലം നോക്കി വെട്ടിയില്ല, നമുക്ക് വെട്ടിയിടാം. അത് 2 ബോട്ടിനുണ്ട് നമുക്ക് എത്തിയിട്ടാ. നമുക്ക് വെള്ളം കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം ജിമ്മിനെ പോണെങ്കിൽ ഉണ്ടോ. ഓക്കെ, അതേതാ കായത്തണ്ടും ഇതേ നമ്മുടെ വെള്ളം റെഡി ആയിട്ടാ. കുഞ്ഞേ വാ വാ. ക്രിയേറ്റിന് അടിച്ചിട്ടാ പോവാ. നമുക്കൊരു സ്കൂപ്പ് 200 ml വെള്ളത്തിൽ ഇടണണ്ട. അങ്ങനെ ഇതേ ജിമ്മിലെത്തിയപ്പോൾ ഇതേ മാഷിൻ്റെ അടുത്ത് നമ്മുടെ പിള്ളേറ്റങ്ങളെല്ലാവരും ഇതേ ഓരോ വർക്കൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം ഇതേ ഫീസ് കൊടുത്തുട്ടാ, അമ്മട്ട് വേണം നമ്മുടെ വർക്കൗട്ട് ചേട്ടായിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ ചെക്കൻ്റെ വെയിറ്റ് ഇട്ട് അടിച്ചു തുടങ്ങി. നമ്മുടെ ചെക്കനെ ബൾക്കാക്കണം എന്നുള്ള ഒറ്റ ഒരു വിശ്വാസത്തോടെ ചെക്ക ഇറങ്ങിയിട്ടില്ല കേട്ടാ. മാഷ് പിന്നാലെ ഇട്ടം ഉണ്ട്. നമുക്കിന്ന് ഷോൾഡർ വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യുന്ന 2.5 ഡമ്പലെടുത്ത് നമ്മൾ ആദ്യം വാമപ്പ് കൊടുക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ വാമപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്ക്
നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും അതുപോലെ സൈഡൊക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയറ് കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമ്മുടെ വയറ് എളുപ്പമല്ല, ചാടി മൊത്തം ചാടി, ഇതൊക്കെ കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പം നമ്മൾ 10ൻ്റെ 2 വെയിറ്റ് ഇട്ട് നമ്മൾ ഷോൾഡർ വർക്കൗട്ട് ചെയ്യണം. നമ്മളെ മാഷ് കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാ, മാഷന്മാരായി കഴിഞ്ഞാൽ ഇതുപോലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ചേട്ടന്മാരെ പോലെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നമ്മളെന്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം അതേപോലെ നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കട്ടെ. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഓരോരോ വിക്രസോള് ജിമ്മിൽ കാണിച്ചു തുടങ്ങി, അടിച്ച് കൈകാലൊക്കെ വേനിട്ട് തുടങ്ങി. ഇപ്പം ഭയങ്കര ക്രിസ്ത്യാനോരോ ഫാനാട്ടോ. അപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ തന്നെ എപ്പോഴും വന്ന് കാണിക്കുക, ഭയങ്കര എൻജോയ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ചേട്ടൻ എല്ലാവരും എപ്പോഴും വീക്ഷിക്കും, ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. അതാണ് നമ്മുടെ ജിമ്മിലെ മാഷിൻ്റെ പ്രത്യേകത. പിന്നെ എൻ്റെ വയറിനെ കുറിച്ച് ഞാൻ കാര്യം പറയാം, വയർ ഇങ്ങനെയായി ഇതൊക്കെയായി എന്ന് ചേട്ടനോട് പറയുക. ഫുഡിൻ്റെ പ്രശ്നമാണ്, അങ്ങനെ നമുക്ക് മാഷ് നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇങ്ങനെ സംഭവം. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ വർക്കൗട്ടും ചെയ്തു. രണ്ടാമത്തെ വർക്കൗട്ടിൽ എൻ്റെ കട്ട് പൊട്ടിയിട്ട് എനിക്ക് തീരെ പറ്റണില്ല പൊക്കാനായിട്ട്. എന്നാലും മാഷിൻ്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ബോഡി ഭയങ്കര ടയേർഡായി, ഞാൻ ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ടയേർഡായി. ഇത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ടാ. ഈ വർക്കൗട്ടാണെങ്കിൽ എൻ്റെ കൈ ഇഞ്ചുറിയാണ്, എന്നാലും ഞാൻ പരമാവധി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വാസം. ഷോൾഡറിനുള്ള വർക്കൗട്ട് കഴിഞ്ഞു. ഞാൻ അവിടെ മെയിൻ സാധനം വർക്കൗട്ടൊക്കെ കഴിഞ്ഞുട്ടാ. ദേ മാഷ് ഞാനും പോകാൻ നിൽക്കുന്നു. മാഷ് വീട്ടിൽ ബൈ പറഞ്ഞേ. അപ്പം അടുത്ത വീഡിയോക്ക് കാണാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ജിമ്മിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ G-Fit ജിമ്മ് വരുന്നത്. നോക്കിയാൽ നിങ്ങൾ കട്ടയ്ക്ക് നമ്മുടെ ഒപ്പം ഉണ്ടോ, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ മാഷ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒന്നും നോക്കാനില്ല, ജിമ്മിനെ വരണമെന്ന് വെച്ചാൽ നമ്മുടെ തൃത്തല്ലൂർ ജിമ്മിന് വരാം. അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ജിമ്മിന്ന് കഴിഞ്ഞു, വീട്ടിലെത്തി. ഇനി ഫുഡ് അടിക്കണ്ടേ. നമ്മുടെ സലാഡ്, ഗോതമ്പ് ദോശ, പിന്നെ മീൻ ചാറ്, 4 എഗ് വൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോ. ഓക്കെ, ബൈ.